എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നക്ഷത്രങ്ങളുടെ രാജാവ് എന്നൊക്കെ പറഞ്ഞ രോഹിണി നക്ഷത്രമാണ്. ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഒത്തിരി പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതായത് തൻ്റെ കഴിവിനെ കുറിച്ച് അറിയാത്ത രോഹിണി നക്ഷത്രക്കാർ എപ്പോഴും സാങ്കല്പിക ലോകങ്ങളുടെ ചിന്തയിലേക്ക് നടക്കുന്ന ഒരാൾക്കാരാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല നല്ല ജോലികൾ കിട്ടാനും സാമ്പത്തിക ലാഭം കിട്ടാനും വേണ്ടി ഒരു വഴിപാടാണ് ഞാൻ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പോൾ വേറൊന്നുകൊണ്ടല്ല, മറ്റുള്ള നക്ഷത്രക്കാരെ പോലെയല്ല, രോഹിണി നക്ഷത്രക്കാർ കണ്ണുകൾക്ക് അട്രാക്ഷനുള്ളതാണ്, വശ്യമുള്ളതാണ്. ഇവർ ഏത് മേഖലയിൽ ഉണ്ടെങ്കിലും, അതായത് ഒരു സ്ഥാപനത്തിൽ രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവിടുത്തെ മുതലാളികൾക്കും സ്റ്റാഫുകൾക്കും ഭയങ്കര ഐശ്വര്യമാണ്. പക്ഷേ ഇവർക്ക് ആ ഒരു ഗുണം കിട്ടത്തില്ല. മനസ്സിലായി? ഇവർക്ക് സാധാരണ രോഹിണി നക്ഷത്രക്കാർക്ക് ചിലവർ പെട്ടെന്ന് ദേഷ്യപ്പെടും, ചിലവർ ശാന്തമായി നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പം എൻ്റെ അപ്പച്ചിയുടെ മോള് രോഹിണി നക്ഷത്രക്കാരാണ്. പുള്ളിക്കാരെ വെച്ച് നോക്കുവാണെങ്കിൽ പുള്ളിക്കാരി ഭയങ്കര ദേഷ്യത്തിലാണ്. പുള്ളിക്കാരി തുറവൂരാണ്, അനുശ്രീ എന്നാണ് പേര്. തുറവൂര് താമസിക്കുന്നത് തുറവൂര് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് അനുശ്രീ എന്നാണ്. അപ്പോൾ പുള്ളിക്കാരി സാധാരണ രീതിയിൽ ഭയങ്കരമായിട്ട് ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, രോഹിണി നക്ഷത്രക്കാരാണ്. പക്ഷേ പുള്ളിക്കാരത്തിക്കാരുടെ ഗുണങ്ങൾ കൂടുതൽ കിട്ടുന്നത് ഈ ജോലിയിലുള്ള ആൾക്കാർക്കാണ്. അതായത് ആ സ്ഥാപനത്തിലുള്ളവർക്കാണ്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ അറിയത്തില്ല രോഹിണി നക്ഷത്രക്കാർക്ക്. അങ്ങനെയുണ്ട്. അപ്പോൾ രോഹിണി നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടത്ര ഗുണങ്ങൾ അവർക്ക് അറിയത്തില്ല. അതായത് ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയാത്ത ഇരിക്കുന്ന പോലെ രോഹിണി നക്ഷത്രക്കാർക്ക് രോഹിണി നക്ഷത്രയുടെ കാര്യം അറിയത്തില്ല, മഹത്വം അറിയത്തില്ല. ഇവർ ഏത് വീട്ടിൽ കയറി ചെന്നാലും, ഒന്നാം തീയതി കയറി ചെന്നാലും, ഇല്ലെങ്കിൽ ഏത് മംഗളകാര്യങ്ങളിൽ കയറി ചെന്നാലും രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരുടെ തടസ്സം കൂടെ ഈ നക്ഷത്രക്കാർ മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, രോഹിണി നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറി, ഇപ്പം മറ്റന്നാൾ മീന 1 ഞായറാഴ്ച, ഈ 1 തീയതി അവർ കയറുവാണെങ്കിൽ ആ വീട്ടിലെ ദോഷങ്ങളെല്ലാം തീർച്ചയായിട്ടും മാറിക്കിട്ട് സമ്പത്ത് വരും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇന്ന് ആരായിരിക്കും നമ്മുടെ വീട്ടിൽ 1 തീയതി കയറിയത്? അത് അവിടുത്തെ പുള്ളിക്കാരി രോഹിണി നക്ഷത്രമാണ്. അപ്പോൾ അവർ കയറുന്നിടത്ത് ഐശ്വര്യം ഉണ്ടാകും. രോഹിണി നക്ഷത്രക്കാർ കല്യാണം കഴിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ആ വീട്ടിൽ ഭയങ്കര ഐശ്വര്യമായിരിക്കും, സമ്പത്ത് ഉയരും, ഐശ്വര്യം ഉണ്ടാകും. പക്ഷേ അവർക്ക് ഈ വേണ്ട പ്രയോജനങ്ങൾ കിട്ടത്തില്ല. അതായത് അവരുടെ നക്ഷത്രം കൊണ്ട് മറ്റുള്ളവർക്കായിരിക്കും കൂടുതൽ ഗുണം കിട്ടുന്നത്. ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാർ ആയിട്ടുള്ള ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർ, കൂട്ടുകാരികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ, ഇപ്പോൾ എൻ്റെ അപ്പച്ചിയുടെ മോൾക്ക് കൂട്ടുകാരികൾക്കാണ് കൂടുതലും. പുള്ളിക്കാരത്തേക്ക് വേണ്ടത്ര ഗുണങ്ങളും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. കൂടെ കിടക്കുന്ന കൂട്ടുകാരികൾക്ക്, ഇല്ലെങ്കിൽ പുള്ളിക്കാരി പോകുമ്പോഴത്തേക്ക് ആ സ്ഥാപനത്തിനാണ് കൂടുതൽ ഐശ്വര്യം. പുള്ളിക്കാരി വന്ന പിന്നെയാണ് ആ സ്ഥാപനത്തിന് അത്ര ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. രോഹിണി നക്ഷത്രമാണ്. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ആരുടെ വീട്ടിൽ 1 തീയതി കയറുന്ന അവിടെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. രോഹിണി നക്ഷത്രക്കാർ സാമ്പത്തികപരമായും, അതായത് ജോലിപരമായ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി ചന്ദ്രഭഗവാന്റെ ഭാര്യയാണ് ശരിക്കും പറഞ്ഞാൽ രോഹിണി. അപ്പോൾ ചന്ദ്രഭഗവാന് മുല്ലപ്പൂമാല തിങ്കളാഴ്ച ദിവസം കൊണ്ട് സമർപ്പിക്കുകയാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാരുടെ സർവ്വകാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ സാധിക്കും. അതായത് കൂടുതൽ വശ്യം ഇവർക്കുണ്ടാകും. ഒരു ചന്ദ്രക്കലയും കൂടെ സമർപ്പിക്കുക രോഹിണി നക്ഷത്രക്കാർ ചന്ദ്രഭഗവാന്. പൗർണമിക്ക് ചെയ്യുവാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. ഇത് ചന്ദ്രൻ ക്ഷീണമായ അവസ്ഥയിൽ ചെയ്യരുത്. അതായത് കർത്തവാവ് ദിവസം ചന്ദ്രന് മുല്ലപ്പുമാലയും ഈ ചന്ദ്രക്കലയെ സമർപ്പിക്കരുത്. രോഹിണി നക്ഷത്രക്കാർ പൗർണമി ദിവസം ഈ ഒരു കാര്യം, അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നവഗ്രഹം ഇരിക്കുന്നിടത്ത് പോയി ചന്ദ്രഭഗവാന് വെളുത്ത ഉടയാടയും മുല്ലപ്പൂമാലയും ചന്ദ്രക്കലയും സമർപ്പിച്ച് 9 പ്രദക്ഷിണം വെച്ച് ഈ ഒരു കാര്യം വെക്കുവാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അടിക്കടി മാറ്റങ്ങൾ ഉണ്ടാകും. അതായത് ഇപ്പോൾ നിൽക്കുന്ന ജോലിയിൽ നിന്നും നല്ല ജോലി കിട്ടും, സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും, 4 ആൾക്കാരുടെ സഹായം ഉണ്ടാകും. അതായത് ലോണൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്സാകും. നമ്മളെ മുടങ്ങിക്കിടക്കുന്ന പല ബിസിനസ്സുകളും നമ്മളിലേക്ക് തന്നെ വരും, സാമ്പത്തികം ഉണ്ടാകും. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യുന്നതാണ്. ചന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്തിയ രോഹിണി നക്ഷത്രക്കാർക്ക് അടിക്കടി ഐശ്വര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. 2026 എല്ലാ നക്ഷത്രക്കാരെക്കാട്ടും സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഒരു നക്ഷത്രമായിരിക്കും രോഹിണി നക്ഷത്രം.
അപ്പോൾ പൗർണമി ദിവസം തന്നെ ചെയ്യുക. പൗർണമി ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ പൗർണമി കഴിഞ്ഞിട്ടുള്ള ദിവസമാണെങ്കിൽ ഇത് ചെയ്യാൻ നോക്കുക. ഒരു മുല്ലപ്പൂമാല 2 3 മുഴം സാമ്പത്തികമനുസരിച്ച് വെളുത്ത ഒടയാട ചന്ദ്രക്കല 9 പ്രദക്ഷിണം വെക്കുക. രോഹിണി നക്ഷത്രക്കാർ ചന്ദ്രക്കല എടുത്ത് നമ്മുടെ നെറ്റി വെച്ച് 3 തവണ ഒഴിഞ്ഞതിന് ശേഷം മാത്രം ചന്ദ്രഭഗവാനെ സമർപ്പിക്കുക. ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ട് രോഹിണി നക്ഷത്രക്കാരുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ വരെ ഇപ്പോൾ നിൽക്കുന്ന ജോലിയെക്കാട്ടി നല്ല ജോലികൾ കിട്ടും. സാലറി ഉയരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളിലെ നെഗറ്റീവുകളൊക്കെ മാറി നമ്മൾ ചെയ്യുന്ന പെരുമാറ്റങ്ങളൊക്കെ കണ്ട് നമുക്ക് കൂടുതൽ ജോലിയുടെ ഓഫറുകൾ കിട്ടും. ലോണൊക്കെ അടയ്ക്കാൻ പറ്റും. കുടുംബത്തിൽ നിന്ന് നമുക്ക് പ്രത്യേക പരിഗണന കിട്ടും. നമ്മൾ ഏത് കാര്യത്തിനും പോലും നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. എന്തുകൊണ്ടും ഗൾഫിലുള്ളവർക്കൊക്കെ എന്താ പറയുക, നമ്മുടെ പ്രവർത്തനം കണ്ട് നമുക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കും. നാട്ടിൽ വരാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള തടസ്സം കിട്ടും. എന്തുകൊണ്ടും രോഹിണി നക്ഷത്രക്കാർക്ക് ഐശ്വര്യം നിറഞ്ഞൊരു ദിവസമായിരിക്കും ഇനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ വരുന്ന പൗർണമിക്ക് തന്നെ എല്ലാവരും ചെയ്യുക. ഇപ്പോൾ ഏകദേശം കർത്തവാവ് തുടങ്ങാറായി. കർത്തവാവ് കഴിഞ്ഞതിനുള്ള ശേഷം മാത്രം ഈ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ ചന്ദ്രൻ കൂടുതൽ അനുഗ്രഹമായിരിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാ ദിവസവും ചന്ദ്രഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് രോഹിണി നക്ഷത്രക്കാർ പോകുവാണെങ്കിൽ ആ സർവ്വകാര്യ വിഘ്നവും മാറി എല്ലാ തടസ്സങ്ങളും നീക്കി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി വെച്ച് നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.